നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നും നാളെയൊക്കെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് കേട്ടോ. ഇന്ന് അശ്വതി കാവുതീണ്ടലാണ്, നാളെ മീനഭരണിയാണ്. മകരഭരണി, കുംഭഭരണി, മീനഭരണി. അപ്പോൾ വളരെ ഭഗവതിക്ക്, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. ഇവിടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ, പലർക്കും അറിയുന്നുണ്ടായിരിക്കും. എല്ലാ ക്ഷേത്രങ്ങളിലും, എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളിലും പ്രാധാന്യമുള്ള ദിവസമാണ്. എന്നാൽ കൊടുങ്ങല്ലൂര് വളരെ വിശേഷമാണ്. അപ്പോൾ അവിടെയാണ് ഈ അശ്വതി കാവുതീണ്ടലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ അവിടുത്തെ അമ്മ, നമ്മളെല്ലാവരുടെയും അമ്മയായിട്ടുള്ള ദേവി ശക്തി സ്വരൂപിണിയായിട്ട് ഇരിക്കുന്ന ദിവസമാണ്. നല്ല സന്തോഷവതിയായിട്ടിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് അവിടേക്ക് പോകാനായിട്ട് സാധിച്ചെങ്കിൽ നമ്മുടെ ഏതാഗ്രഹം പറഞ്ഞാലും, നമ്മുടെ അമ്മ എൻ്റെ മകൾ എൻ്റെ അടുത്തൊരു ആഗ്രഹം പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മകൻ എൻ്റെ അടുത്തൊരു ആഗ്രഹം പറഞ്ഞു, ഞാനത് വേഗം നടത്തി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അനുഗ്രഹം നമുക്ക് നൽകിയിട്ട് അനുഗ്രഹിക്കും, അത് സഫലമാക്കി തരും എന്നാണ് പറയുക. അത്രയും ശക്തിയോടെ ഇരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും പോകണമെന്ന ആഗ്രഹം പലർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ആഗ്രഹം മനസ്സിൽ വെക്കുക മാത്രം ചെയ്യരുത്. പോകുക, ഭഗവതി ക്ഷേത്രങ്ങളിൽ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ പോകുക. ഭദ്രകാളി ക്ഷേത്രമൊക്കെ ആണെങ്കിൽ വളരെ വിശേഷമായി. ഇപ്പം എന്തെങ്കിലും ആഗ്രഹ സാഫല്യത്തിനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ മാറാനായിട്ട്, അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനായിട്ട് ഭഗവതിയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുക. ഇതിനൊക്കെ പരിഹാരം നൽകിയിരിക്കും. അത് നിശ്ചയമുള്ള കാര്യമാണ്. ഒന്ന് പോയി നോക്കൂ. പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മൾ വെറുതെ ഒരു വഴിപാട് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ പോയി തൊഴുക. ഞാൻ പറഞ്ഞത് കൊണ്ട് പോയി തൊഴുതാൽ തന്നെ അനുഗ്രഹം കിട്ടും. പക്ഷെ ഞാൻ ഗുരുവായൂരപ്പൻ്റെ കാര്യം പറയാറുണ്ടല്ലോ, പൂർണ്ണമായിട്ടും ഭഗവാനിൽ സമർപ്പിക്കുക, പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിക്കുക. അതേപോലെ തന്നെ നമ്മൾ സർവസ്വവും ഭഗവതി അമ്മയ്ക്ക് കൊടുത്തു നോക്കൂ. മുഴുവനായിട്ടും ഭഗവതി, ഞാനിതാ ഭഗവതിയിൽ, ദേവിയിൽ, എൻ്റെ അമ്മയിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവതി നമുക്ക് ഏറ്റവും മികച്ചതാണ് നൽകുക. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, അത് നമ്മുടെ ആഗ്രഹങ്ങളായതുകൊണ്ട് അത് നമുക്ക് വലുതാണെന്ന് തോന്നുമെങ്കിൽ കൂടിയിട്ട് ചിലപ്പോൾ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ലഭിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കും. അത് ഭഗവതിക്ക് അല്ലെങ്കിൽ ഭഗവാനാണ് അറിയുക. അപ്പം നമ്മൾ മുഴുവനായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചതായിരിക്കും ഇവർ നമുക്ക് കൊണ്ടുവന്ന് തരിക. അത്രയും അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു ദിവസമാണ്. അപ്പം തീർച്ചയായിട്ടും നാളെ എല്ലാവരും ഭഗവതി ക്ഷേത്രത്തിൽ പോയിരിക്കണം കേട്ടോ. നിർബന്ധമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും, ഇനിയിപ്പോൾ ഒരു ആഗ്രഹം ഇല്ലാത്തവരാണെങ്കിലും ഒന്ന് പോവുക, ഭഗവതിയുടെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും, നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നമുക്ക് നല്ലത് മാത്രമേ വരുള്ളൂ, ആ കാര്യം ഉറപ്പായിട്ടും. അത് വാക്ക് പറയുന്ന ദേവിയാണ്. എന്തുണ്ടെങ്കിലും അതൊക്കെ സാധിപ്പിച്ചു തരുന്നതാണ് പറയുക. പ്രത്യേകിച്ച് ഇപ്പോൾ വഴിപാടുകളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുക. ഭഗവതി അമ്മയ്ക്ക് ഇഷ്ടമുള്ള വിശേഷപ്പെട്ട കുറേ വഴിപാടുകളൊക്കെ ഉണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യാം. ഒരു കുഞ്ഞിപ്പോൾ നമ്മുടെ ഭഗവാൻ ഒരു കുഞ്ഞു കുന്നിക്കുരു കൊടുക്കുകയാണ്, ഒരു കുഞ്ഞു മഞ്ചാടിക്കുരു കൊടുക്കുകയാണെങ്കിലും അത് എത്ര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഒന്ന് സങ്കല്പിച്ച് നോക്കുക കേട്ടോ. ഒരു കുഞ്ഞുണ്ണി വന്നിട്ട്, നമ്മുടെ മകനോ മകളോ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു കുഞ്ഞു സമ്മാനം നമുക്ക് കൊണ്ടുവന്ന് തരികയാണ് നമ്മുടെ ഒരു ബർത്ത്ഡേയുടെ അന്നൊക്കെ. അപ്പോൾ ആ സമ്മാനത്തിൻ്റെ വലിപ്പമല്ല, അതിൻ്റെ തുകയൊന്നുമല്ല നമുക്ക് നോക്കുക. സ്നേഹത്തോട് കൂടിയിട്ട് ആ കുഞ്ഞുകുട്ടി നമുക്ക് തന്നു, ആ ഒരു സന്തോഷമല്ലേ നമുക്ക് ഉണ്ടാകുക. എത്രത്തോളം സ്നേഹം ആ കുഞ്ഞിനോട് നമുക്ക് തോന്നും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഭഗവതിക്കും തോന്നുക. അപ്പോൾ എല്ലാവരും നാളത്തെ ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ പോവുക. പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രമൊക്കെ അടുത്തുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോയിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതും അതേക്കുറിച്ചാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യേണ്ട വഴിപാടുകൾ, അതായത് തീർച്ചയായിട്ടും ഫലസിദ്ധി ലഭിക്കുന്ന വഴിപാടുകൾ. പിന്നെ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ അശ്വതി കാവുതീണ്ടലിനെ കുറിച്ചും മീനഭരണിയെക്കുറിച്ചും ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത്, ഭഗവാന്റെ വലത്തേ കയ്യിൽ ഒരു താമരപ്പൂ പിടിച്ചിട്ടുണ്ട്, ഇടത്തേ കയ്യിൽ പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വേണുഗാനം പൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭഗവാൻ നിൽക്കുക സാധാരണ രണ്ട് കൈ കൊണ്ടൊക്കെയാണ് ഈ വേണുന്നാതോ ഏത് ഓടക്കുഴൽ ഊതുക. പക്ഷെ ഇന്നലെ പ്രിയപ്പെട്ട ഓടക്കുഴൽ കൊണ്ട് വായിക്കുന്നുണ്ട്, ഒപ്പം തനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് താമരപ്പൂവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ താമരപ്പൂവ് ഭഗവാന് പ്രിയപ്പെട്ടത് ആയത്
അതിനെക്കുറിച്ച് ഞാൻ ഒരു കഥ മുൻപ് പറഞ്ഞിട്ടുണ്ട്. താമര പണ്ടും ഭഗവാന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ താമരയ്ക്ക് അന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഭഗവാനോട് ഞാൻ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ്, എൻ്റെ ഭംഗി കണ്ടിട്ടൊക്കെയാണ് ഭഗവാൻ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഓരോരുത്തരും. അങ്ങനെ തന്നെ കുറച്ചൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം, നല്ല അനുഭവങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഉയർച്ചയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഒരു അഹങ്കാരം വരും. തൻ്റെ കഴിവ് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നുള്ള ഒരു അഹങ്കാരം വരും. അപ്പോൾ ഭഗവാനെ മറക്കും. അങ്ങനെ ഈ താമരപ്പൂ എന്താ ചെയ്തത്? താഴെ ഭഗവാന്റെ പാദത്തിൽ കിടക്കുന്നുണ്ടായിരുന്ന തുളസിയുടെ അടുത്ത് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അല്ല തുളസി, നീ അവിടെ കിടക്കുന്നത് കണ്ടില്ലേ? ഞാൻ കണ്ടോ, ഭഗവാന്റെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ എന്തൊരു ഭാഗ്യം എൻ്റെ, നിനക്ക് അവിടെ കിടക്കാനേ യോഗമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുക ചെയ്തേ. അങ്ങനെ ചെയ്യുന്ന നിരവധി പേരുണ്ട്. തങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരിനെയൊക്കെ ചവിട്ടി കൂട്ടാനായിട്ട് നിൽക്കുന്നവർ. പക്ഷെ തുളസി ആണെങ്കിലോ, തുളസി ഒരു പാവമായിരുന്നു. ആ തുളസിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഭഗവാന്റെ പാദങ്ങൾക്കാണ് ഏറ്റവും മാധുര്യം എന്ന്. പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീര് ഭഗവാന്റെ പാദത്തിലാണ് വീഴുന്നത്. അത് തട്ടിത്തെറിച്ചിട്ട് ഈ തുളസിയുടെ ദേഹത്തേക്കാകുമ്പോൾ അതിന് കോരിത്തെരിക്കുക ചെയ്യുന്നത്. അപ്പോൾ തുളസിക്ക് അറിയാം താൻ ഏറ്റവും വിശേഷപ്പെട്ട ഭഗവാന്റെ പാദങ്ങളിലാണ് കിടക്കുന്നത് എന്നുള്ളത്. പക്ഷെ അത് മനസ്സിൽ മാത്രമേ പറഞ്ഞുള്ളൂ, അത് വേറെ ആരും കേട്ടില്ല. പക്ഷേ ഭഗവാൻ കേട്ടു. അപ്പോൾ ഭഗവാൻ താമരപ്പൂ പറയുന്നതും കേട്ടു, തുളസിയുടെ മനസ്സ് പറയുന്നതും കേട്ടു. അപ്പോൾ താമരപ്പൂവിന് അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാലേ അത് ഭഗവാന്റെ കടമയാണ്. തൻ്റെ ഭക്തർക്ക് ഒരു തരി പോലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. വേഗം എന്ത് ചെയ്തു? ഈ താമരപ്പൂവിനെ ചെളിയിലേക്കാ മാറ്റി. പക്ഷേ ഭഗവാൻ അങ്ങനെ മാറ്റിയത് കൊണ്ട് എന്താ ഉണ്ടായത്? താമരയുടെ അഹങ്കാരം മാറുക ചെയ്തത്. പക്ഷെ പൂർണ്ണമായിട്ടും ആ താമരപ്പൂവിനെ ഭഗവാൻ ഒഴിവാക്കിയില്ല. ചളിക്കുണ്ടിൽ നീ വളർന്നാലും എൻ്റെ ഭക്തര് നിന്നെ എൻ്റെ അടുത്തേക്ക് തന്നെ എത്തിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് താമരയ്ക്ക് മനസ്സിലായത് തൻ്റെ കഴിവ് കൊണ്ടല്ല, ഈ സൗന്ദര്യം തന്നെ ഭഗവാൻ നൽകിയതാണ്, ഭഗവാന്റെ ഔദാര്യം കൊണ്ടാണ് തനിക്ക് ഇത് ലഭിച്ചതെന്ന്. ഇതിലെ നമ്മളെല്ലാവരും താമരപ്പൂവിൻ്റെ പോലെയാണ്. പക്ഷെ എല്ലാവരും ഈ തുളസിയുടെ പോലെ ആകാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് പറയണത്. പക്ഷെ ഭഗവാനെ നോക്കൂ, നമുക്ക് ആരുടെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുക. പലരും അങ്ങനെ ചെയ്യുക. പക്ഷെ ഭഗവാൻ എന്താ ചെയ്തേ? ആ ഒരു മോശപ്പെട്ട ഒരു കാര്യം മാത്രമേ അവിടെ നിന്ന് മാറ്റിയുള്ളൂ. ആ താമരയുടെ അഹങ്കാരം മാറ്റിയിട്ട് പിന്നെയും അത് ഭഗവാനോട് ചേർത്ത് നിർത്തുക ചെയ്യണത്. ഇതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും എന്ന് തന്നെയാണ് പറയണത്. നമുക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിലും ഒന്നിലും നമ്മൾ അഹങ്കരിക്കാനായിട്ട് പാടില്ല. ഭഗവാനെ പാദസേവ ചെയ്യുന്നവരായിരിക്കണം. ഭഗവാന്റെ പാദങ്ങളിൽ മുഴുവനായിട്ടും സമർപ്പിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ളവരെ എപ്പോഴും ഭഗവാൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് പറയാം. അപ്പം അങ്ങനെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. ഭഗവാന്റെ പ്രിയപ്പെട്ട താമരപ്പൂ കയ്യിലും ഓടക്കുഴലിൽ ഇടത്തെ കയ്യിലും പിടിച്ചിട്ടായിരുന്നു. അപ്പം എല്ലാവരും ആ ഒരു രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് മീനഭരണിയെ കുറിച്ച് പറയാം കേട്ടോ. ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വളരെ വിശേഷമാണ്. ഇന്ന് അവിടെ കാവുതീണ്ടലാണ്, അശ്വതി കാവുതീണ്ടൽ എന്നാണ് പറയുക. അതായത് പണ്ട് കാലത്ത് ഈ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വരുന്നതിന് മുൻപായിട്ട് ചില സമുദായക്കാർക്ക് ക്ഷേത്രത്തിലേക്കൊന്നും പ്രവേശിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഗുരുവായൂരാണെങ്കിലും ഇവിടേക്കൊന്നും പ്രവേശനമില്ലായിരുന്നു. ആ മഞ്ജുലാലിൻ്റെ അവിടെ ഒരു കൽവിളക്കില്ലേ, അതുവരെ വന്നിട്ട് തൊഴുതു പോവുക ചെയ്യാം. അങ്ങനെയായിരുന്നു പണ്ടത്തെ സ്ഥിതികളൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്തും വർഷത്തിലെ ഒരിക്കലേ ക്ഷേത്രത്തിനകത്തേക്ക് കയറായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസമാണ് ഈ ഭരണിയുടെ മീനഭരണിയുടെ ദിവസം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരാണെങ്കിൽ അത് ഏകാദശിയുടെ സമയത്താണ് എല്ലാ സമുദായക്കാർക്കും കയറായിരുന്നു. അപ്പോൾ ഈ കാവുതീണ്ടൽ അല്ലെങ്കിൽ ഈ അശ്വതിയുടെ ദിവസം എല്ലാവരും വരും. ഇത് കയറാൻ പാടില്ലാത്ത എല്ലാവരും അന്ന് ഭഗവതിനെ കാണാനായിട്ട് വരും. അപ്പോൾ സംഘമായിട്ടാണ് വരിക. അപ്പോൾ ഓരോ സംഘത്തിലും ഒരു കോമരൊക്കെ ഉണ്ടായിരിക്കും. പണ്ട് അങ്ങനെ ഒരു സംഘത്തിൽ ഒരു കോമരൊക്കെ ഉണ്ടായിരിക്കുക. പിന്നെയുള്ള എല്ലാവരും കയ്യിൽ ചൂരലൊക്കെ ഉണ്ടായിരിക്കുക. ഈ ചൂരലും മണിയൊക്കെ കെട്ടിയിട്ട് മാലയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ആയിട്ടാണ് വരിക. കോമരങ്ങളാണെങ്കിൽ വാളും ചിലമ്പും ഒക്കെ ആയിട്ട് അരമണിയൊക്കെ കെട്ടിയിട്ട് ശരിക്കും ഭദ്രകാളി ആ ഒരു ഭാവം എങ്ങനെയാണോ അതേപോലെയാണ് വരിക. എന്നിട്ട് വന്നിട്ട് ക്ഷേത്രത്തിൽ കയറിയിട്ട് അന്നൊക്കെ ഓല കൊണ്ടൊക്കെയാണ്, ആ ഓലപ്പുര പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിന് പുറത്തൊക്കെ അടിച്ചിട്ട് ഈ ചൂരൽ കൊണ്ട് അടിച്ചിട്ടൊക്കെയാണ് പ്രദക്ഷിണം വയ്ക്കുക. അങ്ങനെയൊക്കെയായിരുന്നു ഈ അശ്വതി കാവുതീണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ നിറയെ കോമരങ്ങളാണ് കേട്ടോ. എല്ലാവരും ചുവന്ന പട്ടുടുത്തിട്ട് ചുവപ്പുമായാണ്. പലരും വീഡിയോസിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ചുവന്ന നിറമാണ് ഇന്ന് കൊടുങ്ങല്ലൂർ എത്തിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. എല്ലാവരും ചെമ്പട്ട് ചുറ്റിയിട്ട്, അത് സ്ത്രീകളോ പുരുഷന്മാരോ കുട്ടികളോ മുതിർന്നവരോ പ്രായമായവരോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാ പ്രായക്കാരും
ഭഗവതിയുടെ ആ കോമരങ്ങളായിട്ട് വരുന്നത് കാണാം. അതിൽ കൃത്യമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ടാണ് കേട്ടോ അവരൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവരുടെയൊക്കെ ചിലരുടെയൊക്കെ വീടുകളിൽ, കൃത്യമായിട്ട് എനിക്ക് എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, അവിടെ വെച്ച് ആരാധനയൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ മച്ചിലെ ഭഗവതി, അങ്ങനെ ഭഗവതി സങ്കല്പമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ആ കുടുംബ ദേവത അങ്ങനെയൊക്കെ പറയുന്ന ഭഗവതിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് അവർ വരിക. അത് കൃത്യമായിട്ട് ഇത്ര ദിവസം വ്രതമൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് അത് അനുഷ്ഠിച്ചതിന് ശേഷമാണ് അവർ ഭഗവതിയുടെ കോമരമായിട്ട് ആ വാളും ചിലമ്പും ഒക്കെ ഏന്തിയിട്ട് വരിക. എന്നിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും പല വീഡിയോസിൽ, ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഈ ഫോട്ടോസ് ന്യൂസ് പേപ്പറിലൊക്കെ ഫോട്ടോസ് വരുമല്ലോ. അപ്പോൾ ഈ ദിവസം നല്ല തിരക്ക് കാരണമൊന്നും അവിടേക്കൊന്നും ആ പരിസരത്തേക്ക് നമുക്ക് അടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ നെറ്റിയിൽ ഇവർ മുറിവുണ്ടാക്കും. അപ്പം ഞാൻ വിചാരിക്കും ഇവർക്ക് വേദന എടുക്കില്ലേ, പേടിയാവില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ വലുതായപ്പോഴാണ് മനസ്സിലായത് അവരുടെ ആ ഭക്തി ഉണ്ടല്ലോ, അതിൻ്റെ കാഠിന്യം കൊണ്ട് ഇവർക്കിതൊന്നും ഫീൽ ചെയ്യില്ല. അങ്ങനെയാണ് ആ മുറിവുണ്ടാക്കുന്ന വേദനകളൊന്നും അവർക്ക് ഉണ്ടാവില്ല. കാരണം അവരെല്ലാം പൂർണ്ണമായിട്ട് ഭദ്രകാളി അല്ലെങ്കിൽ ഭഗവതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എന്ത് വേദന അവർക്ക് വരിക? ഇതിപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് ഭഗവതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിഹാരമായി. നമുക്ക് ആ വേദന വന്നെങ്കിൽ അത് അനുഭവപ്പെടില്ല, അങ്ങനെയാണ് പറയുക. അത്രയും ശക്തി സ്വരൂപിണിയാണ് അവിടെ ഇരിക്കുന്ന ഭഗവതി, കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയാറുണ്ട്. ഇപ്പൊ പക്ഷെ കുറേ പേര് ഈ വീഡിയോസ് എടുക്കാനായിട്ട്, റീൽസ് ചിത്രീകരിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളതും നമ്മൾ കാണാറുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യണത്. ഓരോ വർഷം കൂടുന്തോറും തിരക്ക് കൂടുകയാണ് ചെയ്യണത്. അതെന്തുകൊണ്ടാ? അവിടുത്തെ ഭഗവതി അത്രയും പവർഫുൾ ആയതുകൊണ്ടാ, ശക്തി സ്വരൂപിണി ആയതുകൊണ്ടാ. എന്താഗ്രഹം പറഞ്ഞു കഴിഞ്ഞാലും അവിടെ പരിഹാരമുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഒരാളുടെ അടുത്ത് ഒരു പരാതിയായിട്ട് ചെന്നു, നമുക്ക് ആ പരാതിക്ക് ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാലല്ലേ പിന്നെയും നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോകാതെ വേറെ വഴിക്കല്ലേ പോകുക? അതേപോലെ തന്നെ ഭഗവതിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ട്. അപ്പോൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. എന്തൊക്കെ പ്രാർത്ഥനകൾ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാലും അതിനുള്ള ഉത്തരം അവിടെ നിന്ന് തന്നെ ഭക്തർക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഭദ്രകാളി കാവുകളൊക്കെ, ഭഗവതി കാവുകളൊക്കെ അത്രയും പവർഫുൾ ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കാണെങ്കിലും ഇത്രയധികം ഭക്തജനങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കയറാം, ഏത് ജാതിയും അല്ലെങ്കിൽ ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും അവിടേക്ക് കയറാം. എല്ലാവരും വരുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ഭഗവതി അത്രയും ശക്തി സ്വരൂപിണി ആയതുകൊണ്ടാണ്. ശരിക്കും ഈ ഭരണിക്ക് 7 ദിവസം മുന്നേ തന്നെ അവിടുത്തെ ചടങ്ങുകളൊക്കെ ആരംഭിക്കും കേട്ടോ. കോഴിക്കല്ല് മൂടുക എന്നൊക്കെ പറയും. പണ്ട് കാലത്ത് കോഴീനൊക്കെ ബലി നൽകിയിരുന്നു. ഇപ്പൊ പക്ഷെ അതൊന്നും പാടില്ലല്ലോ. എന്നാലും അതിന്റെ ഒരു സാങ്കല്പികമായിട്ട് ഉള്ള ഒരു ചടങ്ങാണ് ഈ കോഴിക്കല്ല് മൂടുക എന്നുള്ളത്. പിന്നെ എല്ലാവർക്കും ഈ കൊടുങ്ങല്ലൂര് ഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഓർമ്മ വരും. ഈ ഭരണിപ്പാട്ട് എന്ന് പറയുന്നത്, ചിലരൊക്കെ നല്ല നല്ല പാട്ടുകളൊക്കെയാണ് പാടുക. ചിലത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു ആചാരം കൂടെ അവിടെയുണ്ട്. ഇത് ശരിക്കും ഭഗവതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പല അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. ഞാനതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല. എന്നിരുന്നാലും ഭഗവതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയാറുള്ളത്. കാരണം ഇവിടെ ഇരിക്കുന്ന ഭഗവതി ഉണ്ടല്ലോ, ഞാൻ ആ സങ്കല്പം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണകിയാണ്. അതായത് തൻ്റെ ഭർത്താവായിട്ടുള്ള കോവലനെ വധിച്ച ആ പാണ്ഡ്യരാജൻ മുഴുവൻ ചുട്ടെരിച്ചിട്ട്, അതായത് അത്രയും ശക്തി സ്വരൂപിണിയായിട്ട് ദേഷ്യം വന്നിരിക്കണ ഭഗവതിയാണ്. അങ്ങനെ ആ ഒരു ദേഷ്യം രൗദ്രഭാവമാണ്. അതേപോലെ തന്നെ ദാരികനെ വധിച്ചിട്ട് വന്നിരിക്കുന്ന കാളിയാണ് എന്നും കൂടെ പറയാറുണ്ട്. അപ്പൊ എന്താണെങ്കിലും ആ രൗദ്രഭാവമാണ്, ദേഷ്യം വന്നിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ദേഷ്യം വന്നിട്ടിരിക്കുമ്പോൾ നമുക്ക് ആരോടാണോ ദേഷ്യം തോന്നുന്നത് അവരുടെ അടുത്ത് നമ്മൾ കുറച്ച് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടൂലോ. അപ്പോൾ തനിക്ക് മാത്രമല്ല ഈ ഭക്തർക്കെല്ലാം ദേഷ്യമാണ് ആ ആളുടെ അടുത്ത് എന്ന് തോന്നിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനം കിട്ടും, ഒന്ന് തണുക്കും, ഒരു സന്തോഷം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഭരണിപ്പാട്ട് എന്നുള്ള രീതിയിൽ പാടുന്നത് എന്നും കൂടെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പല അഭിപ്രായങ്ങളുണ്ട് അതേക്കുറിച്ചിട്ട്. അപ്പം അതൊക്കെയാണ് ഈ ഭരണിയുടെ പ്രത്യേകത. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഭരണിയൊക്കെ കഴിഞ്ഞിട്ട് നട അടയ്ക്കൂലോ, 7 ദിവസം നട അടച്ചിടും. പിന്നെ ഈ നടയ്ക്ക് കുറുകെ, അതായത് ക്രോസ് ചെയ്തിട്ട് പോകരുത് എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഇപ്പോൾ മകരച്ചൊവ്വ, മകരഭരണി, കുംഭഭരണി ഇതൊക്കെ കഴിഞ്ഞാലും നട അടച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് പോകരുതെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ദോഷമാണ്, അല്ലെങ്കിൽ അത് ഭഗവതിക്ക് അനിഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് അതേപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അനുഷ്ഠാനത്തെക്കുറിച്ചല്ല, ഭഗവതി അത്രയും പവർഫുൾ ആയിട്ടുള്ള ശക്തി സ്വരൂപിണിയാണ് എന്ന് പറയുന്ന ഒരു കഥയാണ്. കഥ എന്ന് പറഞ്ഞത് ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പുറകിലേക്കൊന്നും പോകണ്ട, കുറച്ച് കാലം മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു കാലത്ത് ഇതേപോലെ ഭരണിയൊക്കെ കഴിഞ്ഞിട്ട് നട അടച്ചിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ.
അപ്പോൾ കൊടുങ്ങല്ലൂർ തമ്പുരാൻ ശക്തൻ തമ്പുരാനാണെന്നും കൊടുങ്ങല്ലൂർ തമ്പുരാനാണെന്നും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ സാധ്യത കൊടുങ്ങല്ലൂർ തമ്പുരാനാവാനാണ്. അപ്പോൾ അവിടെ യുദ്ധമൊക്കെ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഡച്ചുകാർ ആരൊക്കെ യുദ്ധത്തിനായിട്ട് വരിക. അപ്പോൾ ഇവർക്ക് യുദ്ധം ചെയ്യാനായിട്ട് പോകണമെങ്കിൽ ഈ നട മുറിച്ച് കടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ കടക്കാനായിട്ട് പാടില്ല, കാരണം ദേവി കോപിച്ചു കഴിഞ്ഞാൽ വസൂരി വരും എന്നാണ് പറയുക. ഇന്നും വസൂരി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുരുമുളകൊക്കെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കും കേട്ടോ. ത്വക്ക് രോഗങ്ങളൊക്കെ മാറാനായിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളകൊക്കെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വളരെ വിശേഷമാണ്. അവിടേക്ക് കൊണ്ടുപോയിട്ട് ഭക്തജനങ്ങൾ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പോൾ വസൂരി വരും, അത് പിടിപെട്ടിട്ട് മരിക്കും എന്നൊക്കെയാണ് പറയുക. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും പോകാനായിട്ട് ഒരു പേടി. യുദ്ധം ചെയ്യാനായിട്ട് പോകുമ്പോൾ സൈന്യം പടയാളികളൊക്കെ ആയിട്ട് പോകണമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിലും പോയേ പറ്റുള്ളൂ, കാരണം അത് യുദ്ധം എന്ന് പറയുന്നത് അതൊരു അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം കൂടിയായിരുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് തമ്പുരാൻ പറഞ്ഞു, ആരും പേടിക്കണ്ട, എൻ്റെ കൂടെ വന്നോളൂ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഒരു പരിക്കുകളും ഉണ്ടാകില്ല, മരണമൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രാജാവിൻ്റെ കൽപ്പനയല്ലേ, പോകാതെ നിവൃത്തിയില്ല. അപ്പോൾ പിന്നെ ഇവരൊക്കെ പോകുന്ന സമയത്ത് ഈ തമ്പുരാൻ വന്നിട്ട് ഭഗവതിയുടെ അടുത്തൊരു കാര്യം പറഞ്ഞു. പക്ഷെ ആ സമയത്ത് അത് ആർക്കും എന്താണെന്നൊന്നും മനസ്സിലായില്ല. എല്ലാവരും കൂടി ആ തമ്പുരാൻ പറഞ്ഞാൽ ഒരു കൽപ്പന പ്രകാരം യുദ്ധത്തിനായിട്ട് പോയി. യുദ്ധമൊക്കെ കഴിഞ്ഞു, യുദ്ധത്തിൽ വിജയിച്ചിട്ട് തിരികെ വന്നു. അപ്പൊ തമ്പുരാൻ എന്താ പറഞ്ഞിരുന്നേന്നറിയോ ഭഗവതിയുടെ അടുത്ത്? ഞങ്ങൾ പോയിട്ട് യാതൊരു കുഴപ്പവും കൂടാതെ യുദ്ധത്തിൽ വിജയിച്ചു വരികയാണെങ്കിൽ ചെമ്പട്ടണിയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോയിണ്ടായിരുന്നത്. അതേപോലെ തന്നെ ചെയ്തു. ഈ ചെമ്പട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ചെമ്പടിക്കാം എന്നാണ്. ചെമ്പു തകിടുകൾ കൊണ്ട്, അന്ന് ഓല മേഞ്ഞിട്ടായിരുന്നു, അപ്പൊ ആ ചെമ്പു തകിടുകൾ കൊണ്ട് എല്ലാം കെട്ടി മേൽക്കൂരയൊക്കെ പണിതിട്ട് ഭഗവതിയെ സുരക്ഷിതയായിട്ട് ഇരുത്തിയെന്നാണ് പറയണത്. അപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് അവർക്ക് യാതൊരു കുഴപ്പവും കൂടാതെ വരാനായിട്ട് സാധിച്ചത്. ഒരാൾക്ക് പോലും അസുഖം പിടിപെട്ടില്ല, ഒരാൾ പോലും അതിൽ നിന്ന് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അതായത് വസൂരി പിടിപെടുക അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. സാധാരണ പ്രായമാകുമ്പോൾ അവരെങ്ങനെയാണോ മരണപ്പെട്ടു പോകുക അതേപോലെയാണ് പോയത്. അപ്പോൾ അവിടെ നൽകുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ, അതിന് അത്രയും ശക്തി ഉണ്ടെന്നാ പറയാ. നമ്മൾ ആ ഉറച്ച വിശ്വാസത്തോടു കൂടി, കാരണം യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ എപ്രകാരമാണെന്ന് നമുക്കറിയില്ല. ഭഗവതിയിൽ സമർപ്പിച്ചു അദ്ദേഹം. ഭഗവതിക്ക് ഇന്നത് കൊടുക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവതിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം ഭഗവതി നോക്കിക്കോളും. കാരണം യുദ്ധം ചെയ്തിട്ട് അത്രയും പരിചയമുള്ളതാണ് അല്ലേ. അപ്പൊ എന്തിനാ പേടിക്കുന്നത്? ഭഗവതിയാണ് യുദ്ധം ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മുടെ ശത്രുക്കളെയൊക്കെ നിഗ്രഹിക്കും, വധിക്കുന്നല്ല പറയണട്ടോ. ശത്രു സംഹാരമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു യുദ്ധമായതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ആഗ്രഹം നടത്തി കൊടുത്തു ഭഗവതി എന്നാണ് പറയുന്നത്. അത്രയും പവർഫുൾ ആണെന്നാണ് പറയുക. അതാണ് ഈ കൊടുങ്ങല്ലൂർ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം, ഇത് നടന്ന ഒരു കഥയായിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ ഒരിക്കൽ ഏതൊരു ഇല്ലത്തെ നമ്പൂതിരി ഭഗവതിക്ക് അനിഷ്ടമായത് എന്തോ പ്രവർത്തിച്ചതുകൊണ്ട് ഈ കൊടുങ്ങല്ലൂർ മുതൽ പൊന്നാനി വരെയുള്ള ഇല്ലങ്ങൾ ചുട്ട് ചാമ്പലാക്കി എന്നാണ് പറയണത്. ഭഗവതി ഒരു നോട്ടം നോക്കിയിത്രേ, അതിലെല്ലാം തീർന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് ഇല്ലങ്ങളൊക്കെ വളരെ കുറവാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ എന്ത് പ്രാർത്ഥിച്ചാലും അത് പവർഫുൾ ആണ് ഭഗവതി, അത് സാധിപ്പിച്ചു തരുന്നതാണ് പറയുക. ഭഗവതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം ഈ പ്രകാരമുള്ള ഭരണി പാട്ടുകളാണെങ്കിലും എല്ലാം നടത്തുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ദിവസം നമ്മൾ ഭഗവതി ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ, ഈ ഒരു മീനഭരണിയുടെ അന്ന് പോകുകയാണെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ഭഗവതി നൽകും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൂർണ്ണമായിട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വഴിപാടുകൾ എന്നൊക്കെ പറയുന്നത് ചുവന്ന പട്ടൊക്കെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം. കടുംപായസം ഇന്ന് ചീട്ടാക്കണം കേട്ടോ, നാളെ നാളേക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ത്രിമധുരം, പിന്നെ ഗുരുതി, അങ്ങനെ ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വഴിപാടുകളുണ്ട്. ചുവന്ന നിറാണ് ഏറ്റവും പ്രാധാന്യം എന്നറിയാലോ. അതുകൊണ്ട് തന്നെ ചുവന്ന പട്ട്, ചെമ്പട്ടെന്ന് ഉദ്ദേശിക്കുന്നത്, തമ്പുരാൻ ഉദ്ദേശിച്ചത് ചെമ്പ് കൊണ്ട് തകിടടിക്കുക എന്നാണ്. ചുവന്ന പട്ട് എന്നും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ചുവന്ന പട്ടുകളൊക്കെ കൊണ്ടുപോയി സമർപ്പിക്കാം. ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല കൊണ്ടുപോയി സമർപ്പിക്കാം. ഇതൊക്കെ സമർപ്പിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഭഗവതി അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നും കൂടെ ആവർത്തിച്ച് പറയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നാളത്തെ ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ പോകാനായിട്ട് ശ്രമിക്കുക. ഭദ്രകാളി ക്ഷേത്രമൊക്കെ ആണെങ്കിൽ അത്രയും വിശേഷമാണ്. ഇനി പോകാനായിട്ട് പറ്റില്ല എന്ന് 100% ഉറപ്പുള്ളവർ വീട്ടിലിരുന്നു കൊണ്ട് ഭഗവതിയെ സ്തുതിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക.
അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭദ്രകാളി പത്തൊക്കെ ചൊല്ലാനായിട്ട് അറിയുന്നവർ ചൊല്ലുക, യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുക. ഇനി ഒന്നും അറിയാത്തവരെ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഇത് എത്രത്തോളം ചൊല്ലാൻ സാധിക്കുന്നോ അത്രത്തോളം ചൊല്ലാം. ഭഗവതിയമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ കരുതാണ് കേട്ടോ. നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയാം. ഇന്നലെ 1,37,191 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. നാമജപം എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളൂ. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കൂടുതൽ അറിവുകളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.